വി ഡി സതീശൻ അല്ലാതെ KPCC ഭാരവാഹികളോ KPCC പ്രസിഡന്റോ ആയിരിക്കണം അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നൊരു മറുവാദം ഉയരുന്നു. AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പരിഹാസ്യപ്പെടുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. വി ഡി സതീശൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, കെ സുധാകരൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, KC വേണുഗോപാലിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, അതിനൊക്കെ വിധേയപ്പെട്ട് നിൽക്കേണ്ട തരത്തിലേക്ക് കേരളത്തിലെ KPCCക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരേണ്ട സമ്മർദ്ദ സാഹചര്യങ്ങളുണ്ടാകും. പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയതിന്റെ പ്രധാനപ്പെട്ട കാരണത്തിലൊന്നായി ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ എന്തായാലും 2026 കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പോലും അതിന് സാധ്യത കുറവാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തുവിടാനുണ്ടായ രണ്ടു പ്രധാനപ്പെട്ട കാരണം. ഇനി ഇതല്ലാതെ പ്രേക്ഷകർക്ക് കോൺഗ്രസിന്റെ ദൗർഭാഗ്യകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അധികാരത്തിലേറാൻ സാധിക്കും, അതിനുള്ള രാഷ്ട്രീയ സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ട് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഒന്നു മാത്രമാണ്. അത് കേരളത്തിലെ ഭരണവിരുദ്ധ വികാരമാണ്. ആ ഭരണവിരുദ്ധ വികാരം ഒന്നുകൊണ്ട് മാത്രം കേരളത്തിലേക്ക് അധികാരത്തിൽ കയറുവാൻ കോൺഗ്രസിന് സാധിക്കുമോ എന്ന ചോദ്യത്തിന് ഇല്ല അല്ലെങ്കിൽ ഉണ്ട് എന്ന് കൃത്യമായ ഒരു മറുപടി പറയുവാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം ഭരണവിരുദ്ധ വികാരം മാത്രമേ കോൺഗ്രസിന് ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുവാൻ കഴിയുന്ന ഒന്നുള്ളൂ. മറിച്ച് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് തന്നെ എന്തായാലും 2026 കേരളം ഭരിക്കുമെന്ന് പറഞ്ഞ മാധ്യമങ്ങൾ പോലും അതിന് സാധ്യത കുറവാണ് എന്ന തരത്തിലേക്കുള്ള വാർത്തകൾ പുറത്തുവിടാനുണ്ടായ രണ്ടു പ്രധാനപ്പെട്ട കാരണം. അതിലൊന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന BJP ആണ്. 20% വോട്ട് വർധനവ് കേരളത്തിൽ BJP ഉണ്ടാക്കിയത് കോൺഗ്രസിൻ്റെ വിജയത്തിൻ്റെ പ്രഭയെ മങ്ങിക്കുന്ന തരത്തിലേക്കുള്ള ഒന്നാണ്. മറ്റൊന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില വിഭാഗീയ പ്രശ്നങ്ങളും മറ്റു ചില പ്രശ്നങ്ങളും. ഇനി എന്തൊക്കെയാണ് കോൺഗ്രസ് നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ? കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലേറാതിരുന്നാൽ അതിലെ 5 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയെന്ന് പരിശോധിക്കാം. ഒന്ന്, ആന്തരിക വിഭാഗീയതയും നേതൃത്വ തർക്കങ്ങളും. പാർട്ടിക്കുള്ളിൽ ആന്തരികമായ ചില വിഭാഗീയതകളുണ്ട്. കോൺഗ്രസിന് മറ്റു പാർട്ടികളെ അപേക്ഷിച്ച് നിരവധി ഗ്രൂപ്പുകളുണ്ട്. A മുതൽ Z വരെയുള്ള ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മുഴുവൻ ഗ്രൂപ്പുകളും കേരളത്തിൽ കോൺഗ്രസിനുണ്ട് എന്ന ഒരു ആക്ഷേപവാദം കാര്യമായ രീതിയിൽ കോൺഗ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ A ഗ്രൂപ്പില്ല, I ഗ്രൂപ്പില്ല, ഒന്നുമില്ല. അതിനപ്പുറത്തേക്ക് ചില പാർട്ടി നേതാക്കന്മാരുടെ അണികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ചില ഗ്രൂപ്പുകൾ ഉണ്ടാക്കുന്നു എന്ന വാദമാണ് ഉയർന്നു വരുന്നത്. വി ഡി സതീശൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, കെ സുധാകരൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്, KC വേണുഗോപാലിൻ്റെതായിട്ടുള്ള ഒരു ഗ്രൂപ്പ്. അതിൽ KC വേണുഗോപാൽ മാത്രമാണ് തനിക്ക് അത്തരത്തിലൊരു ഗ്രൂപ്പ് വേണ്ട എന്ന തരത്തിലേക്കുള്ള തുറന്നടിച്ച ഒരു മറുപടി പറഞ്ഞിട്ടുള്ളത്. ബാക്കി എല്ലാവരും ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ തനിക്ക് ഗ്രൂപ്പില്ല എന്നും തങ്ങളുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പ് വേണ്ട എന്നൊക്കെ പറയുന്നെങ്കിൽ പോലും ബാഹ്യമായി നമ്മൾ ചില പരിശോധനകൾ നടത്തിയാൽ വി ഡി സതീശനൊരു ഗ്രൂപ്പ്, കെ സുധാകരനൊരു ഗ്രൂപ്പ്, കെ മുരളീധരനൊരു ഗ്രൂപ്പ്, അങ്ങനെ പല 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 നേതാക്കന്മാർക്ക് പല 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 ഗ്രൂപ്പുകളാണ് കോൺഗ്രസിലുള്ളത്. അത് പല കഴിവുള്ള നേതാക്കന്മാരെയും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വലിയ കല്ലുകടിയായി നിൽക്കുന്നുണ്ട്. മറ്റൊന്ന്, പാർട്ടിയേക്കാൾ വലിയ നേതാക്കന്മാർ സ്വാഭാവികമായും പാർട്ടി തീരുമാനം, ആ തീരുമാനത്തിനനുസൃതമായിട്ടായിരിക്കും അണികൾ അല്ലെങ്കിൽ നേതാക്കന്മാർ പ്രവർത്തിക്കുക. പാർട്ടി തീരുമാനം എന്ന് വെച്ചാൽ KPCC എടുക്കുന്ന തീരുമാനത്തെ അനുസരിച്ചായിരിക്കണം പാർട്ടി നേതൃത്വം മുൻപോട്ട് പോകേണ്ടത്. പക്ഷെ പാർട്ടി നേതൃത്വത്തെക്കാൾ മുകളിൽ സാമുദായിക പിന്തുണയുള്ള, മതപിന്തുണയുള്ള, സാമ്പത്തിക പിന്തുണയുള്ള നേതാക്കന്മാർ ചില അടിയന്തര തീരുമാനങ്ങൾ എടുക്കുന്നു, അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരമുയർത്തുന്നു. അതിനൊക്കെ വിധേയപ്പെട്ട് നിൽക്കേണ്ട തരത്തിലേക്ക് കേരളത്തിലെ KPCCക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരേണ്ട സമ്മർദ്ദ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. ആ സാഹചര്യങ്ങൾ വാർത്തകളായി പുറത്തു വരുമ്പോൾ അത് അണികൾക്കുള്ളിലെ ആത്മവിശ്വാസത്തെ നിർവീര്യമാക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ ഈ പറഞ്ഞ ആന്തരിക വിഭാഗീയതയും നേതൃത്വ തർക്കങ്ങളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഈ പാർട്ടിയേക്കാൾ വലിയ നേതാക്കന്മാരാണ്. മറ്റൊന്ന്, യുവാക്കളെ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതൃനിരയിലേക്ക് എത്താൻ സമ്മതിക്കാത്ത, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് അവർക്ക് കൃത്യമായ പ്രാതിനിധ്യം നൽകാതിരിക്കുവാൻ വേണ്ടിയുള്ള എല്ലാ ചുവടുകളും നടത്തുന്ന മുതിർന്ന നേതാക്കന്മാർ. അതിലെല്ലാവരെയും കുറ്റപ്പെടുത്തുന്നില്ല, ചിലർ മാത്രം അത്തരത്തിൽ ചില ആരോപണങ്ങൾ യുവാക്കൾക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതായത് നിലമ്പൂരിൽ VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കാമെന്ന തീരുമാനത്തിലേക്ക് ഒരു വിഭാഗം നേതാക്കന്മാർ എത്തുമ്പോൾ VS ജോയിക്ക് ഇനിയും അവസരങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാം,
VS ജോയി ചെറുപ്പക്കാരനാണ്, അദ്ദേഹത്തിന് ഇനിയും അവസരങ്ങളുണ്ട് എന്നൊരു വാദം മാത്രം ഉയർത്തിക്കൊണ്ട് മലപ്പുറത്ത് കോൺഗ്രസിനെ വളർത്തിയെടുത്തതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയായ VS ജോയിയെ മാറ്റി നിർത്തുന്നു. അതല്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ മികവിനെ മാറ്റി നിർത്തുന്നു. അപ്പോൾ അത് നിലമ്പൂരിൽ മാത്രമല്ല, മറ്റു പല മണ്ഡലങ്ങളിലും പാലക്കാട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ ഇത്തരത്തിലുള്ള പല വാദങ്ങളും ഉയർന്നിരുന്നു. അതായത് കോൺഗ്രസിനുള്ളിൽ യുവാക്കളെ പരിഗണിക്കുക എന്നതിൽ മുതിർന്ന നേതാക്കന്മാർക്ക് ചില അതൃപ്തിയുണ്ട്. ആ അതൃപ്തി കൂടുതൽ യുവാക്കളെ കോൺഗ്രസിലേക്ക് അടുപ്പിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തുന്നു. ഇപ്പോൾ BJPയെ സംബന്ധിച്ച് നോക്കുമ്പോൾ BJP അവരുടെ പല ജില്ലാ അധ്യക്ഷന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിലെല്ലാം യുവാക്കൾക്ക് വലിയ പ്രാധാന്യം നൽകിയിരുന്നു. CPMിലേക്കും CPIയിലേക്കും വരുമ്പോഴും അവിടെയും യുവാക്കൾക്ക് കൃത്യമായ പ്രാധാന്യം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സജീവമായി പ്രവർത്തിച്ച് മുൻപോട്ട് വരുന്നുണ്ട്. കോൺഗ്രസിനും യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ സജീവമാണ്. പക്ഷേ മറ്റു പാർട്ടികൾ അവർക്ക് നൽകുന്ന ഒരു സ്പേസ് കോൺഗ്രസിനുള്ളിൽ യുവാക്കൾക്ക് ലഭിക്കുന്നില്ല എന്നതിൻ്റെ പല ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടുപോയതുമാണ്. അപ്പോൾ അതും കോൺഗ്രസിൻ്റെ ഈ പറഞ്ഞ ആന്തരിക വിഭാഗീയതയുടെയും നേതൃത്വ തർക്കങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. മറ്റൊന്ന്, KPCC പ്രസിഡന്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശനും തമ്മിലുള്ള ചില തർക്കങ്ങൾ, അത് ആദ്യഘട്ടം മുതലുള്ള ചില തർക്കങ്ങൾ, അവർ തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ, അത് മാധ്യമ വാർത്തയായി പുറത്തു വന്നപ്പോൾ അണികൾക്കുള്ളിൽ അതിലുണ്ടാക്കിയ വിഭാഗീയത, VD സതീശൻ്റെ പക്ഷമാണ് ശരിയെന്ന് പറഞ്ഞ ചിലർ, K സുധാകരൻ്റെ പക്ഷമാണ് ശരിയെന്ന് പറഞ്ഞ ചിലർ, അത്തരത്തിലുണ്ടായ വിഭാഗീയത, അവർ തമ്മിലൊരു കല്ലുകടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അവരുടെ അണികൾ തമ്മിലുള്ള കല്ലുകടി പാർട്ടിക്കുള്ളിൽ പല പ്രാദേശിക കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ജില്ലാതലത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോഴും ആ കല്ലുകടിയുടെ രൂപവും ഭാവവും മാറുന്നതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. അതും ഈ പറഞ്ഞതുപോലെ ആന്തരിക വിഭാഗീയതയുടെയും നേതൃത്വ തർക്കങ്ങളുടെയും മറ്റൊരു പ്രധാനപ്പെട്ട തലമാണ്. ഇനി രണ്ടാമത്തെ കോൺഗ്രസ് നേരിട്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം മിഷൻ 2025 നടപ്പിലാക്കുന്നതിലെ വെല്ലുവിളികളാണ്. മിഷൻ 2025 വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ചില പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ചർച്ചയിൽ നിന്ന് രൂപം കൊണ്ടിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിഷനാണ്. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് പലരും പറയുമ്പോഴും അതിന് മുന്നോടിയായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വിജയിക്കേണ്ടതായിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന ബോധ്യത്തിന് പുറത്താണ് മിഷൻ 2025 നടപ്പിലാക്കുവാൻ പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള ചില നേതാക്കന്മാർ മുൻകൈയെടുത്തത്. അതിൽ കൃത്യമായ ചുവടുവെപ്പ് നടത്തുന്നതും പ്രതിപക്ഷ നേതാവാണ്. എന്നാൽ മിഷൻ 2025 എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുവാൻ കഴിയുന്ന അടിത്തറ പാർട്ടിക്കുണ്ടോ എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ്. പല തെരഞ്ഞെടുപ്പുകളിലും ബൂത്തിലിരിക്കാൻ ആളുകൾ ഉണ്ടായിരുന്നില്ല എന്ന K മുരളീധരനെ പോലെയുള്ള കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ തന്നെ പറയുമ്പോഴും കോൺഗ്രസ് വിട്ടുപോയ K മുരളീധരൻ്റെ സഹോദരിയായ BJPയിലെ പ്രധാന മുഖമായ പത്മജ വേണുഗോപാൽ അടക്കമുള്ള നേതാക്കന്മാർ പാർട്ടി വിട്ടു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണത്തിലൊന്നായി പ്രാദേശിക തലത്തിൽ പാർട്ടി ദുർബലപ്പെട്ടു പോകുന്നു എന്ന വാദം ഇപ്പോഴും ശരിവെക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ആ മിഷൻ 2025 കൃത്യമായി മണ്ഡലങ്ങളിലേക്കും ബൂത്തുകളിലേക്കും എത്തിക്കുവാൻ കഴിയാത്ത തരത്തിലേക്ക് പാർട്ടി അടിത്തറയിൽ ഉണ്ടായ ആ വലിയ വിള്ളൽ അത് വലിയ പ്രശ്നമാണ്. മറ്റൊന്ന്, നിർജ്ജീവമായ ഗ്രാസ് റൂട്ട് കമ്മിറ്റികൾ. ഒരു സെമി കേഡർ സംവിധാനത്തിലൂടെ കേരളത്തിൽ കോൺഗ്രസ് ശക്തിപ്പെടുമെന്ന് KPCC അധ്യക്ഷനായ K സുധാകരൻ പറഞ്ഞപ്പോൾ വലിയ ആത്മവിശ്വാസമായിരുന്നു പാർട്ടി അണികൾക്കുണ്ടായിരുന്നത്. CUC കമ്മിറ്റികൾ രൂപീകരിക്കുന്നു, കോൺഗ്രസ് യൂണിറ്റ് കമ്മിറ്റികൾ, അതായത് പ്രാദേശിക തലത്തിൽ 10-15 വീടുകളെ കൂട്ടിച്ചേർത്തുകൊണ്ട് അത്തരത്തിലൊരു ചെറു കമ്മിറ്റികൾ രൂപീകരിക്കുകയും അത് വാർഡ് കമ്മിറ്റിയുടെ കീഴിൽ കൃത്യമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സെമി കേഡർ സംവിധാനത്തിൻ്റെ ഭാഗമായുള്ള പുതിയൊരു മാറ്റം അത് കൃത്യമായി നടത്തുവാൻ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം. ചില പ്രധാന ഇടങ്ങളിലല്ലാതെ മറ്റെല്ലാ ഇടങ്ങളിലും ഈ CUC എന്ന് പറയുന്ന സംവിധാനം പോലും കേട്ടറിവില്ലാത്ത തരത്തിലേക്കാണ് കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാരും അത് മുൻപോട്ട് കൊണ്ടുപോകുന്നത്. അതായത് അത്തരത്തിലുള്ള ഗ്രാസ് റൂട്ടിൽ അടിത്തറയിലുള്ള അടിവേരിലുള്ള ചില നീക്കങ്ങൾ അത് കൃത്യമായി നടത്തുവാൻ കോൺഗ്രസിന് സാധിക്കാത്തടത്തോളം കാലം മിഷൻ 2025 എത്തരത്തിൽ മുൻപോട്ട് പോകുമെന്നുള്ളത് ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുപോലെ മിഷൻ 2025 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി ഉയർന്നു വന്നിരുന്നത് മിഷൻ 2025 നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ആദ്യം ആർക്കായിരിക്കണം ഇതിൻ്റെ നേതൃത്വം എന്നുള്ള ചോദ്യമായിരുന്നു. അതിൽ VD സതീശൻ നേതൃത്വം എന്ന ഒരു വാദമായിരുന്നു. VD സതീശൻ അല്ല, അത് KPCC ഭാരവാഹികളോ KPCC പ്രസിഡന്റോ ആയിരിക്കണം അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത് എന്നൊരു മറുവാദമായിരുന്നു. അത്തരത്തിൽ ഒരു പുതിയ പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ആ പുതിയ പദ്ധതി മിഷൻ 2025 എന്നൊരു പദ്ധതി മുൻപോട്ട് കൊണ്ടുവരുമ്പോൾ ആ പദ്ധതിക്ക് താങ്ങായി തണലായി നിന്ന് ഒറ്റക്കെട്ടോടുകൂടി മുൻപോട്ട് പോകുവാൻ കഴിയാത്ത ഒരു ദുർബലമായ അവസ്ഥയിലേക്ക് കോൺഗ്രസ് മാറുമ്പോൾ ഏത് തരത്തിലാണ് മിഷൻ 2025 സജ്ജമായ രീതിയിൽ നടപ്പിലാക്കുവാൻ കഴിയുക എന്നൊരു ചോദ്യം വരികയാണ്.
കൂടാതെ ഈ മിഷൻ 2025 ഭാഗമായി നടത്തിയ കമ്മിറ്റികളിലെ വളരെ മർമ്മപ്രധാനപരമായ പല തീരുമാനങ്ങളും മാധ്യമങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന പല രീതികളും പല പ്രധാനപ്പെട്ട നേതാക്കന്മാർ നടത്തിയിരുന്നു. അത് വലിയ വിവാദമായിരുന്നു. അതാരാണെന്ന് കണ്ടെത്തുവാൻ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു, ഒരു റിപ്പോർട്ട് തയ്യാറാക്കി സമർപ്പിക്കുവാൻ പറയുന്നു. അതിൽ ആരാണ് തെറ്റുകാരെന്ന് കണ്ടെത്തുന്ന നേതാവ് ആരാണോ അയാൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറയുന്നു. പക്ഷെ നിലപാട് സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ള മറ്റു വാർത്തകൾ പുറത്തു വരികയും ചെയ്യുന്നില്ല. അപ്പോൾ മിഷൻ 2025 സംബന്ധിച്ച ഒരു തുറന്ന പുസ്തകമായി ആയിരുന്നില്ല ആ മിഷൻ 2025 ചർച്ചകൾ നടക്കേണ്ടത്. പക്ഷെ മാധ്യമങ്ങളിലൂടെ അതെല്ലാം ചോർത്തി കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം പോലും നിർവീര്യമാക്കുന്ന തരത്തിലുള്ള പല നിലപാടും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതുപോലെ കോൺഗ്രസ് നേരിടുന്ന മൂന്നാമത്തെ പ്രധാനപ്പെട്ട വിഷയം ആശയവിനിമയ അച്ചടക്ക പ്രശ്നങ്ങളാണ്. അതായത് പല കാര്യങ്ങളും കൃത്യമായി ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, ജനങ്ങളിലേക്ക് ആശയവിനിമയം നടത്തുവാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവായി ആദ്യമിരുന്ന രമേശ് ചെന്നിത്തല രണ്ടാം തവണ പിണറായി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുവാൻ വേണ്ടിയുള്ള പല പ്രശ്നങ്ങളും മുൻപോട്ട് കൊണ്ടുവരുമ്പോഴും അത് കൃത്യമായ രീതിയിൽ നവമാധ്യമങ്ങളിലൂടെ, സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ജനങ്ങളിൽ ചർച്ചാ വിഷയമാക്കുവാൻ കഴിയാതെ പോയത് കോൺഗ്രസിൻ്റെ ഒരു ദൗർഭാഗ്യകരമായ വിഷയം തന്നെയാണ്. അപ്പോൾ കൃത്യമായൊരു ആശയവിനിമയം നടത്തുവാൻ, അല്ലെങ്കിൽ ആ ആശയവിനിമയം ശക്തിപരമായ രീതിയിൽ സോഷ്യൽ മീഡിയയിലുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ, ഒരു സമരം നടത്തിയാൽ ആ സമരത്തെ ജനങ്ങൾക്കിടയിൽ ചർച്ചയാക്കുവാൻ, ആ സമരത്തിന് ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുവാൻ സാധിച്ച ഇമ്പാക്റ്റുകളെ പറ്റി ചർച്ച നടത്തുവാൻ, ഇതൊന്നും കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഭാഗമായുള്ള പല പ്രശ്നങ്ങളും ചൂണ്ടിക്കാട്ടുമ്പോഴും ഒന്നിലേറെ പ്രശ്നങ്ങൾ സർക്കാർ നടത്തുന്നത് കൊണ്ട് ആ പ്രശ്നങ്ങൾ കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയാതെ പോകുന്നു കോൺഗ്രസിന് എന്ന വാദമാണ് പല കോൺഗ്രസ് നേതാക്കന്മാരും മുമ്പോട്ട് വെക്കുന്നത്. പക്ഷേ കോൺഗ്രസിന് ഈ ഭരണവിരുദ്ധ വികാരമല്ലാതെ പല കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിക്കും. അതെന്തുകൊണ്ട് കോൺഗ്രസ് എത്തിക്കുന്നില്ല? അല്ലെങ്കിൽ ആ എത്തിക്കുന്ന കാര്യം കൃത്യമായ ആശയവിനിമയത്തിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയുന്നില്ല. പാർലമെന്റിനുള്ളിൽ വി.ഡി. സതീശൻ പല കാര്യങ്ങളും പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിൽ ഉയർത്തിക്കാട്ടുമ്പോൾ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ ചർച്ചാ വിഷയമാക്കുവാൻ കഴിയാതെ പോകുന്നത് സാമൂഹ്യ മാധ്യമം കൈകാര്യം ചെയ്യുന്ന കോൺഗ്രസ് ടീമിന്റെ ഒരു വലിയ തെറ്റ് തന്നെയാണ്. അതല്ലെങ്കിൽ പ്രാദേശിക തലത്തിൽ നേതാക്കന്മാർക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുവാൻ കഴിയാത്ത, കെട്ടുറപ്പില്ലാത്ത ആശയവിനിമയ രീതി കോൺഗ്രസിന് വലിയ ദോഷം ചെയ്യും. മറ്റൊന്ന് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അച്ചടക്ക പ്രശ്നങ്ങളാണ്. അച്ചടക്ക പ്രശ്നം എന്നതിൽ ചൂണ്ടിക്കാട്ടുവാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു കേഡർ സംവിധാനത്തിലൂടെ KPCCയുടെ നേതൃത്വത്തിൽ ഒരു പാർട്ടി മുൻപോട്ട് പോകാമെന്നൊരു തീരുമാനം കെ സുധാകരൻ എടുക്കുമ്പോൾ പാർട്ടിയേക്കാൾ വലിയ നേതാക്കന്മാരുണ്ടാകുകയും പാർട്ടി തീരുമാനത്തെ കവച്ചു വെച്ചുകൊണ്ട് പല നിലപാടുകളും തീരുമാനങ്ങളും ജനങ്ങളെ അറിയിക്കുകയും ചെയ്യുന്ന ഒരു പാർട്ടിക്ക് വിരുദ്ധമായ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ ഇടതുപക്ഷത്ത് പാർട്ടിക്ക് വിരുദ്ധമായ ഒരു നയം അറിയിക്കുവാൻ പാർട്ടി അണികളും പ്രവർത്തകരും നേതാക്കന്മാരും ഭയക്കുന്ന രീതിയുണ്ട്. അതുണ്ടെങ്കിൽ മാത്രമേ പാർട്ടിക്ക് കെട്ടുറപ്പോടുകൂടി മുൻപോട്ട് പോകുവാൻ സാധിക്കൂ. ഇവിടെ പക്ഷേ ശശി തരൂർ അടക്കമുള്ള നേതാക്കന്മാർ പാർട്ടി നിലപാടുകൾക്കെതിരായി വീണ്ടും വീണ്ടും മാധ്യമങ്ങൾക്ക് മുമ്പിൽ പലതും തുറന്നു പറയുന്നു. പാർട്ടിക്കുള്ളിലെടുത്ത തീരുമാനങ്ങൾ, പാർട്ടിയിലെ വളരെ നർമ്മപ്രധാനപരമായ തീരുമാനങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചു വിളമ്പുന്നു. മാധ്യമങ്ങൾക്ക് മുമ്പിൽ തുറന്നടിച്ചതുപോലെ പാർട്ടിയുടെ പ്രതിച്ഛായയെ തകർക്കുന്ന രീതി ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഒരു DCC ഓഫീസിന്റെ ഉദ്ഘാടനത്തിന് AICC ജനറൽ സെക്രട്ടറിയായ KC വേണുഗോപാൽ അടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ടാകുമ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ പരിഹാസ്യപ്പെടുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ അതിലൊന്നും KPCCക്ക് കൃത്യമായി കൈകടത്തുവാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ്. അത് ജനങ്ങൾക്കിടയിൽ കോൺഗ്രസിന് ഒരു അപമതിപ്പ് ഉണ്ടാക്കുമെന്ന ബോധ്യം KPCC നേതൃത്വത്തിന് ഉണ്ടാകണം. ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം സർക്കാരിനെ അധികാരത്തിലേറ്റാമെന്ന ഒരു കണക്കൂട്ടൽ കോൺഗ്രസ് ഉണ്ടെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ജനങ്ങൾ ചിന്തിക്കുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില നെഗറ്റീവ് വശങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആശയവിനിമയവും അച്ചടക്ക പ്രശ്നങ്ങളും. മറ്റൊന്ന് ബാഹ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ. സ്വാഭാവികമായും BJPയുടെ മുഖ്യ പ്രധാനപ്പെട്ട ശത്രുവായി BJP ഉയർത്തിക്കാട്ടുന്നത് കോൺഗ്രസിനെയാണ്. വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസ് ഉണ്ടായിരുന്ന പല സ്വാധീനവും തകർന്നുകൊണ്ടിരിക്കുന്നു. വടക്കേ ഇന്ത്യയിലെ ഭൂരിഭാഗ സംസ്ഥാനങ്ങളും പിടിച്ചെടുത്തുകൊണ്ട് മൂന്നാം തവണയും രാജ്യത്തെ ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ശക്തിയായി BJP അല്ലെങ്കിൽ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് എന്ന NDA വളർന്നു വരുന്നു. അപ്പോഴും കേരളം പോലെയുള്ള ദക്ഷിണേന്ത്യയിലേക്ക് അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിലേക്ക് BJPക്ക് വളരുവാൻ സാധിക്കുന്നില്ല എന്നൊരു കണക്കൂട്ടൽ കോൺഗ്രസ് ഉണ്ടായിരുന്നെങ്കിൽ പോലും കേരളത്തിലേക്കും കോൺഗ്രസ് വളർന്നു വരുന്നു. കർണാടകയിലും തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും തെലങ്കാനയിലും കേരളത്തിലുമൊക്കെ BJP തങ്ങളുടെ വോട്ട് വർധനം ഉണ്ടാക്കുന്നു. 20% വോട്ട് വർധനമാണ് കേരളത്തിൽ BJP ഉണ്ടാക്കിയത്. അതിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 9 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമത് വരുന്നു, 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP രണ്ടാമത് വരുന്നു. അതായത് വോട്ട് വർധനം ഉണ്ടാക്കി പഞ്ചായത്തുകൾ പിടിച്ചെടുത്ത പഞ്ചായത്തുകളിലും മറ്റ് ഗ്രാസ് റൂട്ട് പ്രവർത്തനങ്ങളിലും BJP വളർന്നു പടർന്നു പന്തലിക്കുമ്പോൾ കോൺഗ്രസിന്റെ അടിവേരിൽ ബാധിക്കുന്ന
സാധിക്കുന്ന വലിയ ഒരു തിരിച്ചടിയായി തന്നെയാണ് അതിനെ കാണേണ്ടത് എന്ന ബോധ്യം കോൺഗ്രസ് ഉണ്ടാകണം. ആ BJPയുടെ തിരിച്ചടി, BJP വളരുന്നതുകൊണ്ട് കോൺഗ്രസ് ഉണ്ടാകുന്ന ശക്തിക്ഷയങ്ങൾ അതൊക്കെ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അത്തരത്തിലുള്ള ബാഹ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ കേരളത്തിൽ വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ, പോളിറ്റ് ബ്യൂറോ സമ്മേളനങ്ങൾ കഴിയുമ്പോൾ CPMന് ഒരു വലിയ ആത്മവിശ്വാസം ഉണ്ടാകുന്നു. മൂന്നാം തവണയും കേരളത്തിൽ അധികാരത്തിലേക്ക് ഇടതുപക്ഷ സർക്കാർ വരുമെന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. PBയുടെ ജനറൽ സെക്രട്ടറിയായ MA ബേബി കൂടി വന്നപ്പോൾ കേരളത്തിൽ CPM വീണ്ടും ശക്തി പ്രാപിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു. പക്ഷേ നിഷ്പ്രയാസം കേരളത്തിൽ അധികാരത്തിലേറാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുള്ള കോൺഗ്രസ് ഇപ്പോഴും അതിനുവേണ്ടി എന്തു ചെയ്യുന്നു എന്നൊരു ചോദ്യം ഉയർന്നു. ആ ബാഹ്യ സമ്മർദ്ദങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ബാഹ്യ രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് നാലാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. 5, തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്ത്രപരമായ പുനർമൂല്യനിർണ്ണയം കോൺഗ്രസിന് നടത്താൻ സാധിക്കുന്നില്ല എന്ന ചോദ്യം. ഇന്ത്യ സഖ്യത്തിലൂടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒരു വലിയ തിരിച്ചുവരവ് കോൺഗ്രസ് നടത്തുന്നെങ്കിൽ പോലും ഒരു പ്രതിപക്ഷ പാർട്ടിയായ 10 വർഷത്തിന് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധി ഒരു പ്രതിപക്ഷ നേതാവായി ഇരുന്നുകൊണ്ട് പാർലമെന്റിൽ ശബ്ദമുയർത്തുമ്പോൾ പോലും അതിനുശേഷം നടന്ന ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ, അതിനുശേഷം നടന്ന പല തെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് പരാജയപ്പെടുന്നു. ഇന്ത്യ സഖ്യത്തിൽ വിള്ളലുണ്ടാകുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു മണ്ഡല പുനർനിർണ്ണയം ഉണ്ടാകുമ്പോൾ കോൺഗ്രസിന് അവിടെ ശക്തി പ്രാപിക്കുവാൻ കഴിയാത്ത രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച വലിയ പ്രശ്നങ്ങൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തന്ത്രപരമായ പുനർമൂല്യനിർണ്ണയം അത് കൃത്യമായി നടത്തിയാൽ കോൺഗ്രസിന് വിജയിക്കുവാൻ സാധിക്കുമെന്നതിൻ്റെ പല തെളിവുകളും കേരളത്തിൽ ഉണ്ടെങ്കിൽ പോലും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കോൺഗ്രസ് എന്ത് പുനർനിർണ്ണയം നടത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ എന്ത് പുനർനിർണ്ണയം നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവിടെ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണ്ണയത്തിന് വേണ്ടിയുള്ള തർക്കങ്ങൾ നടക്കുകയാണ്. അപ്പോൾ ഈ 5 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ് നിലവിൽ കേരളത്തിൽ കോൺഗ്രസ് വളർന്നു വരുന്നതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളായി ചൂണ്ടിക്കാട്ടുവാനുള്ളത്. ഇനി ഇതല്ലാതെ പ്രേക്ഷകർക്ക് കോൺഗ്രസിൻ്റെ ദൗർഭാഗ്യകരമായ എന്തെങ്കിലും കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടാനുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.